നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. നൂറിൻ സിസ്റ്റേഴ്സ് എന്ന പ്രശസ്ത സൂഫി ജോഡികളിലെ ഗായിക ജ്യോതി നൂറിൻ, കല്യാണി പ്രിയദർശൻ, നസ്ലിൻ എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്ന ലോക ചാപ്റ്റർ 1 ചന്ദ്രയിലെ ആദ്യ സിംഗിൾ വഴി മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചിരുന്നു. ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ ജേക്സ് ബിജോയ് തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. അദ്ദേഹം ജ്യോതിയും സംവിധായകനും ഉൾപ്പെടുന്ന ഒരു ഫോട്ടോയും പങ്കുവച്ചിരുന്നു. ഇംതിയാസ് അലിയുടെ 2014 ഹൈവേ എന്ന ചിത്രത്തിലെ AR റഹ്മാൻ സംഗീതം നൽകിയ പട്ക ഗുഡ്ഡി എന്ന ഗാനത്തിലൂടെയാണ് ജ്യോതിയും സഹോദരി സുൽത്താന നൂറാനും പ്രശസ്തിയിലേക്ക് ഉയർന്നത്. നിരവധി അവാർഡുകൾ നേടിയ ഈ ഗാനം ഇപ്പോഴും അവരുടെ ഏറ്റവും അംഗീകൃത കൃതികളിലൊന്നാണ്. ലോകയെപ്പോലെ തന്നെ ഗാനവും വേറിട്ടു നിൽക്കുന്നു. ഗാനത്തിനിടയിൽ ചന്ദ്രയുടെ കഥ ഒരു അനിമേഷനായും അവതരിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ജ്യോതി നൂറിനെ പറ്റി ട്രോൾ മെറ്റീരിയലിനെ പാട്ടുകാരിയാക്കി എന്ന് പറയുന്ന മല്ലു സോഷ്യൽ മീഡിയ പേജുകളിലെ പോസ്റ്റുകൾക്ക് മറുപടി നൽകിയിരിക്കുകയാണ് ഹരി തമ്പായി എന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്ന്. സത്യത്തിൽ ഇവരെ അറിയാഞ്ഞിട്ടാണോ അതോ ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന 4 ട്രോളുകൾ മാത്രം കണ്ട് പരിചയമുള്ളത് കൊണ്ടാണോ ഇങ്ങനെ പറയുന്നത് എന്ന് അറിയില്ല എന്ന് പറയുന്ന പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: ട്രോൾ മെറ്റീരിയൽ ആയിരുന്ന ഒരാളെ നല്ലൊരു മ്യൂസിക് ഡയറക്ടറുടെ കയ്യിൽ കിട്ടിയപ്പോൾ മികച്ച പാട്ടുകാരിയാക്കി എന്ന് താഴെയുള്ള ഇവരുടെ ഫോട്ടോസ് ഇട്ടുകൊണ്ട് ഇപ്പോൾ ലോകയിലെ അവരുടെ പാട്ട് ഹിറ്റായതിന്റെ ഭാഗമായി 1-2 മല്ലു സോഷ്യൽ മീഡിയ പേജുകളിലെ പോസ്റ്റുകൾ ചെയ്ത് കണ്ടിരുന്നു. അവർക്കൊക്കെ സത്യത്തിൽ ഇവരെ അറിയാഞ്ഞിട്ടാണോ അതോ ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന 4 ട്രോളുകൾ മാത്രം കണ്ട് പരിചയമുള്ളത് കൊണ്ടാണോ ഇങ്ങനെ പറയുന്നതെന്നറിയില്ല. ജ്യോതി നൂറാൻ, സുൽത്താന നൂറാൻ എന്നീ 2 പേർ ചേർന്ന് നൂറാൻ സിസ്റ്റേഴ്സ് എന്ന ഈ പഞ്ചാബി യുവതികൾ ഈ 2025 സംഗീത രംഗത്തേക്ക് വന്നത്. അവരുടെ 7 വയസ്സ് പ്രായത്തിൽ തന്നെ അവർ പാട്ടും മറ്റും ആരംഭിച്ചിരുന്നു. 2010-2013 കാലത്ത് ഇവർ ധാരാളം സ്റ്റേജ് പ്രോഗ്രാം, വീടുകളിലെ പ്രോഗ്രാമുകൾ എന്നെല്ലാം ചെയ്തു പോന്നിരുന്നു. അവരെ കനേഡിയൻ സംഗീത പ്രൊമോട്ടറായിരുന്ന ഇക്ബാൽ മഹാനാണ് അന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത്. അതുപോലെ അവരെ ആദ്യമായി സിനിമയിലേക്ക് കൊണ്ടുവന്ന് പാടിച്ചത് സാക്ഷാൽ AR റഹ്മാനാണ്. 2014 ഹൈവേ എന്ന സിനിമയിൽ അതിലെ പട്ക ഗുഡ്ഡി എന്ന ഹിറ്റ് പാട്ട് മിക്കവരും കേട്ടതായിരിക്കും. അന്ന് തൊട്ട് ഇന്ന് വരെ അവരെ ലൈംലൈറ്റിൽ നിൽക്കുന്ന ഒരു ഉഗ്രൻ ഗായികയാണ്. അതുപോലെ ഡി ഇമാൻ മ്യൂസിക്കിൽ 2015 പായുംപുലി എന്ന തമിഴ് സിനിമയിലെ നാൻ സൂദന മോഹിനി എന്ന സ്പീഡ് ഐറ്റം സോങ് കേട്ടവർ ആയിരിക്കും നമ്മളിൽ പലരും. പക്ഷെ നമ്മൾക്കറിയില്ല അത് പാടിയത് ഈ നൂറാൻ സഹോദരിമാരിലെ ജ്യോതി നൂറാൻ ആണെന്ന്. ദുനിയ മത്ലബ് ദി സി സ്റ്റുഡിയോ, അല്ലാഹോ കോക്ക് സ്റ്റുഡിയോ, ധമാധം മസ്ത് കലന്തർ, ധാക്ക ഫോക്ക് ഫെസ്റ്റ്, പാവോൻ കി ജുട്ടി എല്ലാം കോടിക്കണക്കിന് വ്യൂസ് ഉള്ള ആൽബങ്ങളാണ് യൂട്യൂബിൽ. അങ്ങനെ പിന്നീട് ഒട്ടനവധി സിനിമാ പാട്ടുകൾ, വേദികൾ, ആൽബങ്ങൾ, അവാർഡുകൾ എല്ലാം നേടിയ തങ്ങളുടെ കഴിവുകൊണ്ട് പണ്ടേ പ്രശസ്തരായവരാണവർ. അതുകൊണ്ട് നമുക്കറിയാത്ത ഒരാളാണ്, അറിയാത്ത കാര്യമാണ് അതെങ്കിൽ ഒന്ന് അന്വേഷിച്ച് അതാരാണ് എന്താണെന്ന് അറിഞ്ഞ് ഇത്തരത്തിൽ പോസ്റ്റുകൾ പടച്ചുവിടാൻ ശ്രദ്ധിക്കുക. ന്യൂസ് ഡെസ്ക്, മൂവി ബ്രാൻഡ്.